ഹായ് ഗൈസ്, ഇന്നപ്പം അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസും പാലപ്പവും. ഇത് വെറും ഗ്രീൻ പീസ് അല്ല. 10 പേരോട് ചോദിച്ച് 10 പേരിൽ നിന്ന് 10 രീതിയിൽ ഉണ്ടാക്കുന്ന സാധനം ഒരു രീതിയിൽ ഉണ്ടാക്കി വെറൈറ്റി ആക്കുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ്. ചുമ്മാതാ കേട്ടോ. ആരാണ്ടൊക്കെ രാവിലെ വിളിച്ച് ഗൈസ്, ഒരു 200 കാണും കേട്ടോ. നമുക്കിത് അങ്ങോട്ട് കുക്കറിലോട്ട് വേവിക്കാം. ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് ഒരു 4 വിസിൽ, എന്നിട്ട് ബാക്കി. അത് നോർമലാണ്, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നാണ് ഏറ്റവും വെറൈറ്റി സ്റ്റെപ്പ് തുടങ്ങാൻ പോകുന്നത്. അതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇതുവരെ കഴിച്ചു നിന്ന് വ്യത്യസ്തമായ ടേസ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ആർക്കറിയാം ഉണ്ടാക്കി വരുമ്പോൾ ആ ടേസ്റ്റ് ആയിരിക്കും ആണെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ അതൊക്കെ അടിപൊളിയാക്കും. ഇന്ന് കണ്ടോണം. എന്നും വെച്ച് ഗ്രീൻ പീസ് ആയിരുന്നു കൂട്ടല്ലേ. ഇന്നൊരു പ്രത്യേക ട്രിക്കുണ്ട്. നിനക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. വാ കഴുകാതെ തിന്നണമായിരിക്കും രാവിലെ. മഞ്ഞപ്പൊടി ഒത്തിരി ഇടരുത്. എപ്പോഴും വെളുത്തിരിക്കണം ഗ്രീൻ പീസ്. അതാ ഗ്രീൻ പീസിന് 2 സവാള, ഒരു ശകല ഇഞ്ചി മതി, 2-3 കഷ്ണം വെളുത്തുള്ളി. പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കത്തില്ല, അതിന് പകരം പച്ചമുളക് 2-3 എണ്ണം, 2 ബീൻസ്, 2 ക്യാരറ്റ്, 1 കിഴങ്ങ്. ഇത്രയും നമുക്കൊന്ന് അരിയാം. നമുക്ക് അമ്മ അരിയുന്നതിന്റെ ASMR എടുക്കാം. ഈ സൗണ്ട് കേൾക്കുന്നതിന് പറയുന്നത് എനിക്ക് വയ്യ ASMR എന്ന് പറയുന്ന. നമുക്ക് ഇതിനെ അങ്ങോട്ട് വഴറ്റിയിട്ട് തേങ്ങ തിരുമ്മ. നമ്മുടെ ഗ്രീൻ പീസ് ഒരു 4 അടി അടിച്ചിട്ട് വെന്തില്ല, 2 അടിയും കൂടെ അടിച്ചു. അടിപൊളിയായി. 4 അടി അടിച്ചിട്ട് വെന്തില്ല, 2 അടി അടിച്ചിട്ട് വെന്തില്ല, 4 അടിയും കൂടെ കൂടുതൽ അടിച്ചു. പൊള്ളി. നമ്മള് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടുമ്പോ നമ്മൾ കറിവേപ്പില ഇട്ടു. നമുക്ക് ലാസ്റ്റ് വിടാം, ഇപ്പൊ ഒന്ന് ഇട്ടെന്നേ ഉള്ളു. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാം കൂടെ ഒന്ന് കടുക് വറക്കാം. കടുക് വറുത്ത് വഴറ്റിയിട്ട് ഇത് മൂക്കുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ തിരുമ്മി തേങ്ങാപ്പാലിനകത്ത് ഇത് വേവിക്കണം. ഇത് മൂക്കുന്ന നേരം കൊണ്ട് തേങ്ങാപ്പാൽ തിരുമ്മി തേങ്ങാപ്പാൽ എടുക്കണം അല്ലേ? എന്നിട്ട് അതിനകത്ത് ഇത് വേവണം. ഒന്ന് മൂക്കട്ടെ. ചിലത് നട്ട്സും അത് മുന്തിരിങ്ങയും ഒക്കെ ചേർക്കും. നട്ട്സ് പോടാ. ഒരു തക്കാളിക്കായും കൂടെ വേണം കേട്ടോ, മറന്നുപോയി പറയാനാ. ഒരു കുഞ്ഞ് നുള്ളു മഞ്ഞപ്പൊടി ഇതേണ്ടേ. മൂത്ത് വരുമ്പോ പിന്നെ വേറെ ചേർക്കുന്ന അന്നേരം പറയാം. ഇവിടെ കിടന്ന് വാടട്ടെ. ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടേക്കാം. അപ്പൊ നമുക്ക് തേങ്ങ തിരുമ്മാം. പുതിയ സാധനമാണ്, ഗ്യാസൊക്കെ തുടയ്ക്കാൻ മേടിച്ചത്. തക്കാളിക്കായി ഇട്ട് കൊടുക്കുന്നു. അതുകൂടെ വാടി കഴിയുമ്പം ഒരു ശകലം മല്ലിപ്പൊടി, ഒരു ഇച്ചിരി പെരിഞ്ജീരകം എല്ലാം കൂടെ നമ്മുടെ മസാലക്കൂട്ട് ശകലം ചേർക്കുക. ഇപ്പോൾ ഒരുമാതിരി വാടിയിട്ടുണ്ട്. ഇത് ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി. ഇത്രയും വേണ്ട. ഇതത് സ്പെഷ്യൽ അല്ല, ഇത് പെരിഞ്ജീരകവും ഏലക്കായും എല്ലാം കൂടെ പച്ചയ്ക്ക് പൊടിച്ചു വെച്ചേക്കുന്നതാണ്. അതാകുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയുമാണ്. ഇപ്പന്മാർക്ക് സ്പെഷ്യൽ മസാലക്കൂട്ട് ഇഷ്ടമല്ല, കറുത്തിരിക്കുന്നെന്നും പറഞ്ഞു. ഇതാകുമ്പോൾ അങ്ങനെ ഇരിക്കത്തില്ല. ഇളക്കാൻ പറഞ്ഞതാ. കുടുംബം തൊട്ട് കറി വരെ ഇളക്കാൻ പോടാ മതിയടാ. ഇവിടെ എന്ത് ഇതിന് മാത്രം ഇളക്കിയിട്ടുള്ളത്? ഞാൻ ഇവിടെ ഇളക്കി ഞങ്ങളിവിടെ എനിക്ക് കുഞ്ഞിന് ഓർമ്മയുണ്ട്, ഈ വീട്ടിലായിരുന്നു അച്ഛനും അനിയനൊക്കെ താമസിക്കുന്നത്. ഇളക്കി അവരെ പുതിയ വീട് വെച്ച്. അയ്യോ, ഇന്ന് വരെ ഒരു വഴക്ക് പോലും ഒരു തവണ മാസം ഇവിടെ വരുത്തുള്ളൂ. ചുമ്മാതാട്ടെ. അപ്പൊ അതെല്ലാം മൂത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇത് രണ്ടാം പാലാ ഇല്ലയോ? അതിനകത്തൊന്ന് വേവണം. ഇത് വേവണം. ചൂടൊഴിക്കാം. ചൂട് വെള്ളം വേണ്ടതായിരുന്നു. അഥവാ തേങ്ങാപ്പാലില്ലേലും ചൂടുവെള്ളത്തിനകത്ത് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇത് തിളയ്ക്കുന്നതിനകത്തോട്ട് നമുക്ക് ഗ്രീൻ പീസ് കൂടെ അങ്ങിടാം. അപ്പോൾ ആ ക്യാരറ്റും പിന്നെ കിഴങ്ങും എല്ലാം കൂടെ ഒന്ന് വേവട്ടെ. രണ്ടാം പാൽ ഒഴിക്കുകയാണല്ലേ? മൂന്നാം പാൽ ഒഴിച്ച് അത് ഒരുമാതിരി വേവായി. ഇനിയിപ്പോൾ രണ്ടാം പാല്. മൂന്നാം പാൽ ആദ്യം ഒഴിച്ചത്, ഇത് രണ്ടാം പാല്.
ഈ രണ്ടാം പാലിൽ കിടന്ന് കുറുകണം. കുറുകിയിട്ട് ഇറക്കി വെക്കാൻ നേരം ഒന്നാം പാലൊഴിച്ച് സെറ്റ്. അപ്പം നമ്മുടെ രണ്ടാം പാലും പറ്റി. അപ്പം മൂന്നാം പാൽ ഒഴിക്കുകയാണ്. ദൈവമേ, അടിപൊളിയായിരിക്കണേ. അയ്യോ, ആദ്യമായിട്ടാ എൻ്റെ കുഞ്ഞിങ്ങനെ ഒന്ന് പറയുന്നത്. എപ്പോൾ വെച്ചാലും ഗ്രീൻ പീസ് അലമ്പ. ഇന്ന് പല ഇല്ലേ, നീ ഒന്ന് രുചി ഒന്ന് നോക്കിക്കേ അതിൻ്റെ. ഞാൻ ഉപ്പ് നോക്കിയിട്ട് സൂപ്പറാ. മല്ലിയിലയും കൂടി ഇട്ട് ഇതിങ്ങ് വാങ്ങുക. മോന് ഇഷ്ടമല്ലയോ? ഇത്രേ ഉള്ളു കേട്ടോ. പിന്നാണെ ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് കടുവ് വറക്കണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കടുവ് വറുത്ത് ചേർക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയണേ. പിന്നെ ഇത് നമ്മളോട് ഞാൻ തേങ്ങ അരച്ചായിരുന്നു വെക്കുന്നത്. ഇത് പറഞ്ഞു തന്നത് സുനിതയൊക്കെ കറി വെക്കുന്നത് ഇങ്ങനെ. ചേച്ചി ഇതൊന്ന് കറി വെച്ച് നോക്കാൻ പറഞ്ഞു. സുനിതയും കൂടെ കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടെന്നൊന്ന് പറഞ്ഞു. സത്യം പറയണേ, ഉള്ളത് പറയണം. സൂപ്പർ ആയിട്ട് മോനെ, അടിപൊളി രുചി. സത്യവാ മോനെ, അടിപൊളി അടിപൊളി. ഒന്നും പറയാനില്ല, വേറെ ഒന്നും പറയാനില്ല. സൂപ്പർ. മഴയായിട്ട് കഴിക്കാൻ അടിപൊളി. ഉണ്ടാക്കാം. അപ്പം ബൈ ബൈ.